pour out your alabaster bottle. നിൻ്റെ വെങ്കൽ ഭരണി പൊട്ടിക്കുക. നമുക്കറിയാം ഇവിടെ നിന്ന് ഇതെടുത്തിരിക്കുന്നതെന്ന്. ഇത് സുവിശേഷത്തിൽ 3 ഭാഗത്ത്, മത്തായിയുടെ സുവിശേഷം 26:6-13 വരെ, മർക്കോസിൻ്റെ സുവിശേഷം 14:3-9 വരെ, യോഹന്നാൻ്റെ സുവിശേഷം 12:1-8 വരെ. ഈ ഭാഗങ്ങളിലെല്ലാം 3 സുവിശേഷത്തിലും എഴുതിയിട്ടുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൂതാണ് ഇതിനകത്ത് വരുന്നത്. ഇത് പറയുമ്പോൾ ഞാൻ ഈ ഓരോ വചനം എടുക്കുമ്പോഴും കർത്താവ് നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നതായിട്ട് കാണണം. ഈ വെങ്കൽ ഭരണി പൊട്ടിച്ച് നമ്മളവൻ്റെ തലയിലെന്ന് ഒരിടത്ത് പറയുന്നു, ഒരിടത്ത് കാലിലെന്ന് പറയുന്നു. മത്തായിയുടെ സുവിശേഷത്തിൽ 26:6 തലയിൽ ഒഴിച്ചെന്ന, മറ്റിടത്ത് കാലിൽ ഒഴിച്ചെന്നാണ് പറയുന്നത്. ഇതെല്ലാം ഒന്നാണോ പലതാണോ എന്നുള്ളതൊക്കെ അല്ല ക്വസ്റ്റ്യൻ. ഇവിടെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ അലബാസ്റ്റർ ബോട്ടിൽ വെങ്കൽ ഭരണി പൊട്ടിച്ച് ദൈവത്തിൻ്റെ കാലയിൽ ഒഴിക്കുമ്പോൾ ദൈവം നമ്മുടെ മേലെ അഭിഷേകം ഒഴിക്കും. ഈ അഭിഷേക തൈലം സ്വർഗത്തിൽ നിന്ന് ഒഴിക്കുന്നതിന് നമ്മൾ വിശ്വാസത്തോടുകൂടി അങ്ങോട്ടെന്തെങ്കിലും ആദ്യം ചെയ്യണം. കാരണം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഭൂമി പിശാചിന് വിറ്റുകളഞ്ഞു. ഇനി ദൈവത്തിന് വരണമെങ്കിൽ നമ്മൾ വിശ്വാസത്തിൻ്റെ ഒരു കാലെങ്കിലും മുൻപോട്ട് വെക്കണം. ദിസ് ഈസ് ആൻ അബ്സല്യൂട്ട് പ്രിൻസിപ്പിളാണ്. ദൈവം സ്വതവേ ഒന്നും ചെയ്യുന്നില്ല, അത് മനസ്സിലാക്കണം. വിശ്വാസത്തിൽ ഒന്നുമല്ലേ ഉറക്കെങ്കിലും വിളിച്ചു പറയണം, അല്ലെങ്കിൽ വിശ്വാസത്തിൽ കാല് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ തോന്നും. എൻ്റെ ഈ വീടിനെക്കുറിച്ച് തന്നെ, ഞാൻ താമസിക്കുന്ന ഈ വീട് 16 വർഷമായിട്ട് പണിതിട്ട് തീരത്തില്ല. പണിയും അടയ്ക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ ലാസ്റ്റ് ഞാൻ ഇനി പണിയേ വേണ്ട, അങ്ങനെയില്ലാട്ടെ, ഇനി ഇങ്ങോട്ട് വരുന്നേ ഇല്ല, അങ്ങനെ തന്നെ ഞാൻ ചിന്തിച്ചു. പക്ഷേ ദൈവം വേറെ വളരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ വീട് പണിയാൻ ഇത്രയും താമസം എടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്ന എന്നാൽ ഇത് വേണ്ട. പക്ഷെ ദൈവം ആ ടൈമിലെല്ലാം കർത്താവ് ഇത് പണിയിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആളുകളെ ഒരുക്കുന്നത് പോലും ദൈവമാണ്. ആ ദൈവത്തിന് ഒരു പ്ലാനുണ്ട്. നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചാൽ പോലും കർത്താവ് തൻ്റെ അഭിഷേക തൈലം ഒഴിച്ച് നമുക്ക് വേണ്ടി മറ്റുള്ളവരെ കൊണ്ട് വിഷയമെടുത്ത് പ്രാർത്ഥിപ്പിക്കും. ചില വിഷയങ്ങൾ നമ്മളെ ഏൽപ്പിക്കും ആളുകൾ, പെട്ടെന്ന് നമ്മൾ മറന്നുപോകും. പക്ഷെ ഒരു ദിവസം ചിലപ്പം പെട്ടെന്ന് അതോർക്കും, അതെന്തായി. കാരണം ദൈവത്തിന് ആ വിഷയമെടുത്ത് പ്രാർത്ഥിക്കാൻ സമയമാണ്. നമ്മൾ ഭൂമിയിൽ നിന്ന് ചോദിക്കണമെന്ന് ചോദിച്ചാൽ, വിറ്റുകളഞ്ഞ ഭൂമിയിൽ നിയമമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. നമ്മൾ ഈ വിറ്റ് കൊടുത്തു, ഈ ഭൂമി പിശാചിന് വിറ്റ് കൊടുത്തു. അതുകൊണ്ട് ലോകത്തിൻ്റെ പ്രഭു യേശു തന്നെ പറയുന്നുണ്ട്, വിറ്റുകളഞ്ഞ ഭൂമിയിൽ യേശുവിന് വേണ്ടി ഒരാൾ ഒരു സ്റ്റെപ്പെങ്കിലും വെക്കാതെ ഒന്നും ഇവിടെ നടക്കൂല. ഒരു സ്റ്റെപ്പ് വിശ്വാസത്തിൻ്റെ കാലം. ഈ വീടിൻ്റെ കാര്യത്തിൽ തന്നെ വീടെന്ത് ചെയ്താൽ പണിത് തീർക്കത്തില്ല. ലാസ്റ്റിൽ കോവിഡ് സമയത്താണ് ഈ വീട് പണിത് തീർക്കാൻ ഡോക്ടറും മോനും കൂടെ 2 പേരും ഒന്നിച്ച് നിന്നപ്പം 2 ശക്തികൾ ദൈവം കൊണ്ടുവന്നിട്ട് ഒന്നിച്ച് നിറഞ്ഞ് പണിയിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ കണ്ടു, അന്നേരം പണിയുന്ന എല്ലാ കോൺട്രാക്ടേഴ്സിനും ദൈവം മാറ്റിച്ചു തന്നു. അവർ തന്നെ നിന്ന്, കാരണം ഉടമസ്ഥൻ തന്നെ വന്ന് അപ്പനും മകനും കൂടെ നിന്നാണ് ഈ വീട് പണിതെടുക്കുന്നത്. കാളപ്പാമ്പ് പലതും ശ്രമിച്ചു, പക്ഷേ തീരാൻ താമസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്താണെന്നേലും ഞാൻ കയറി താമസിക്കുകയാണ്, എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ താമസിക്കുക ഏത് സ്റ്റേജ്. അപ്പോൾ ഒരുവിധം താമസിക്കാവുന്ന ലെവലെ അങ്ങനെ ഇവിടെ താമസിക്കാൻ തുടങ്ങിയത്. പക്ഷേ അത് കഴിഞ്ഞ് എന്തുമാത്രം കാര്യങ്ങൾ ഇതിനകത്ത് നടത്തി. ഇതിപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആക്കി നമുക്ക് ദൈവം തന്നെ. എന്താ വിശ്വാസത്തിൽ പിശാച് നടത്തത്തില്ല എന്ന് വാദം വെച്ചെടുത്ത് ഞാൻ അധികാരത്തോടെ കാല് വെച്ചപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം അടുക്കിച്ചിട്ടി തന്നു. കർത്താവിൻ്റെ വിശ്വസ്തതയാണത്. എത്രമാത്രം വിശ്വാസം ഉണ്ടെന്നുള്ളത് നമുക്കാണ്, അവനവനെ അറിയത്തുള്ളൂ. അവനവൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ, സ്വന്തം മക്കളുടെ കാര്യങ്ങൾ വരുമ്പം ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾക്ക് നല്ല വിശ്വാസമുണ്ട്. സ്വന്തം മക്കൾ അവർ സിംഹിയെപ്പോലെ എഴുന്നേൽക്കുന്നത് ഞാൻ കാണാം. എന്തിനാണ് ഈ വാക്യങ്ങൾ എടുക്കുന്നത്? കർത്താവിന് നിർബന്ധം. കർത്താവ് പലരുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ദിവസമാണ്. നിങ്ങൾ അലബാസ്റ്റർ ബോട്ട്, നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തൈലം എടുത്ത് കർത്താവിൻ്റെ കാല് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് ആ കാലയിലോട്ട് എണ്ണ തേച്ച് നിങ്ങളുടെ മുടി കൊണ്ടോ വസ്ത്രം കൊണ്ടോ അത് ഒപ്പിയെടുത്തിട്ട് ഇതെൻ്റെ ദൈവം എൻ്റെ വീട്ടിൽ വന്നിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കേൾക്കുക. നമ്മൾ വായിക്കാൻ പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം എടുത്ത് വായിക്കുകയാണ് 6 തൊട്ട്. മത്തായിയുടെ സുവിശേഷം 26:6 യേശു ബഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്നു. ആരുടെ വീടാ? കുഷ്ഠരോഗിയുടെ. നമ്മുടെ യേശു വലിയവൻ്റെ വീട്ടിലും വലിയ പണക്കാരൻ്റെ വീട്ടിലും, ലാസറസ് പണക്കാരനായിരുന്നു കേട്ടോ.
അങ്ങനെയൊന്നും ദൈവത്തിന് വ്യത്യാസമില്ല. ദൈവത്തെ ആര് വിളിച്ചാലും വരുമല്ലോ. ഇവിടെ ഇപ്പം ഒരു കുഷ്ഠരോഗിയാണ്. യേശു ബഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശിമോൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന് എഴുതിയിരിക്കുന്ന പേരെഴുതിയിട്ടില്ല, വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെങ്കൽ ഭരണി എടുത്തും കൊണ്ട് അവൻ്റെ അടുക്കെ വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവൻ്റെ തലയിൽ ഒഴിച്ചു. നോക്കണേ, ഇവിടെ ശിമോൻ്റെ, അതായത് ലെപ്രസി സൗഖ്യമാക്കിയ ലെപ്രസിയുള്ള ഒരു മനുഷ്യൻ്റെ വീട്ടിൽ യേശുക്രിസ്തു കടന്നു വന്നിട്ട് അവിടെ ഫെസ്റ്റിവൽ നടക്കുകയാണ്. നിറച്ച് പുരുഷന്മാർ. ഏത് കൂട്ടത്തിൽപ്പെട്ടവർ? സാധാരണക്കാർ. എന്തും വിളിച്ചു പറയും. അവരുടെ മുമ്പിൽ ഒരു സ്ത്രീ എന്ന് അപ്പിയർ എന്ന് പറഞ്ഞാൽ സാധാരണ ശക്തിയിൽ ആരും പോകില്ല. പക്ഷേ ഈ സ്ത്രീക്ക് ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഇടതും അതാണ് എനിക്ക് ഒരു സത്യം പറയാനുള്ളത്. നമ്മളിൽ പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ടും ശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഇടതും വലതും നോക്കാതെ നമ്മൾ കാര്യം ചെയ്യാനായിട്ട് പുറപ്പെടും. നമ്മളൊരു കാല് വെക്കുമ്പോൾ ദൈവദൂതന്മാർ അസിസ്റ്റ് ചെയ്യും, ദൈവം കൂട്ടുനിൽക്കും. ആകാശവും ഭൂമിയും ഇളക്കി ദൈവം നമ്മുടെ കൂടെ വന്ന് നിന്ന് കാര്യം ചെയ്ത് തരും, ഉറപ്പാണ്. ആർക്കോ വേണ്ടി ദൂതാണ് പറയുന്നത്, അനേകർക്ക്. എനിക്കും നിങ്ങൾക്കും ഇതൊരു ദൂതായി മാറട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഞാനിന്ന് പോകും, ഞാനിന്ന് കാണും. എൻ്റെ കയ്യിൽ എന്തായിരിക്കും? അല്പം എണ്ണയായിരിക്കും, സാരേ അതും കൊണ്ട് പോവുക. ഞാൻ കർത്താവിൻ്റെ കാലയിലൊഴിക്കും. പരിമള തൈലാണെങ്കിൽ തലയിലൊഴിക്കും, അല്ല സാധാരണ വെളിച്ചെണ്ണയാണെങ്കിൽ കാലയിലൊഴിക്കും. ഞാൻ ഒഴിച്ചിട്ട് കാല് ഞാൻ ശുദ്ധമാണ്. അപ്പച്ചൻ്റെ കാല് കഴുകും ഞാൻ എണ്ണ കൊണ്ട്. ധൈര്യമുണ്ട്. ദൈവമൊന്നും ചോദിച്ചില്ലല്ലോ നമ്മുടേന്ന്. അവനല്ലേ ജീവൻ തന്നത്, മക്കളെ തന്ന അവനല്ലേ. ഇത്രയും അമ്മമാരും മക്കളെക്കുറിച്ച് വേദനിക്കുന്നു. അല്പം എണ്ണയെടുത്ത് കർത്താവിൻ്റെ കാലയിൽ ഒഴിച്ചിട്ട് ശുദ്ധമാക്കുക എന്നെക്കൂടെ എന്ന് പറയാൻ നമുക്കെന്താ താമസം? ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെ നമുക്ക് ചെയ്യാൻ കൂടെ അല്ലേ? അല്ലെ പിന്നെ ഇത് എഴുതേണ്ട ആവശ്യമില്ല. 3 സുവിശേഷത്തിലാണ് ദൈവത്തിനെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നത്. കർത്താവ് മറിയ, എനിക്ക് ലാസറസിൻ്റെ വീട്ടിൽ, എന്നാൽ മറ്റേതിനകത്ത് ലാസറസിൻ്റെ വീട്ടിൽ. അപ്പം വീട് 2 സ്ഥലമാണ്. ഇതിനെക്കുറിച്ച് പലരും പലതും പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം ലാസറസിൻ്റെ വീട്ടിൽ മറിയ തൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട് കാൽ ഉയർത്തി തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ഒരിടത്ത് കാലയിൽ, അത് ശിമോൻ്റെ വീട്ടിൽ. ഇപ്പോൾ രണ്ടാമത്തേത് ലാസറസിന്. അവരെന്തോ 2 or 1 എന്തെങ്കിലും ആട്ടെ. നമ്മൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിലോട്ട് കയറും 12. നമ്മൾ ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്? എന്തിനാണിത് വേദപുസ്തകം? നമ്മൾ ഈ വേദപുസ്തകത്തിലെ ഓരോ വാക്യം വായിക്കുമ്പോഴും അതെന്നോട് സംസാരിക്കണമേ എന്ന് പറഞ്ഞ് വായിക്കുകയാണെങ്കിൽ അതിൽ കൂടെ നമുക്ക് ഉത്തരം കിട്ടും. 12 ഇങ്ങനെയാണ്: യേശു മരിച്ചവരെന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയയിലേക്ക് യേശു പെസഹയ്ക്ക് 6 ദിവസം മുമ്പേ വന്നു. അവിടെ അവർ അവന് ഒരു അത്താഴം ഒരുക്കി. മാർത്ത ശുശ്രൂഷ ചെയ്തു. ലാസറോ അവരോടുകൂടെ പന്തിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛജടാമാംസതൈലം ഒരു റാത്തലെടുത്ത് യേശുവിൻ്റെ കാലിൽ പൂശി തൻ്റെ തലമുടി കൊണ്ട്. ഇവിടെ ഭയപ്പെടാനൊന്നുമില്ല, സ്വന്തം വീട്ടിലാണ്. ലാസറസിൻ്റെ സഹോദരി തന്നെയാണ് കാലയിൽ ഒഴിച്ചു. മറ്റേത് ഭയപ്പെടേണ്ട സിറ്റുവേഷനായിരുന്നു. അവിടെയും ഒരു സ്ത്രീ കൊണ്ടുവന്ന് തലയിൽ ഒഴിക്കുന്നു. തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. ശിഷ്യന്മാരെന്താ പറഞ്ഞത്? അയ്യോ, എന്തിനാണ് ഈ കാശ് വെറുതെ കളഞ്ഞത്? എല്ലാ ശിഷ്യന്മാരും ഒരുപോലെ. എന്തിനാ ഇത് കളഞ്ഞത്? ഇത് വിറ്റിട്ട് പാവങ്ങൾ കൊടുക്കുക, എല്ലാവർക്കും പാവങ്ങളെ സഹായിക്കാം. ചില സന്ദർഭങ്ങളിൽ ദൈവത്തെക്കാട്ടി കൂടുതൽ പ്രാധാന്യം നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ? ചില സന്ദർഭങ്ങളിൽ ദൈവത്തിന് കൊടുക്കേണ്ട മാന്യം. അതാണ് ഈ ആത്മാവിൽ അവൾ അറിഞ്ഞു ദൈവം. കാരണം മറിയ യേശുവിൻ്റെ കാൽപാദത്തിലിരുന്ന് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ച് യേശു പറയുന്നത് വ്യക്തമായിട്ടും കേട്ടപ്പോൾ കണ്ണടച്ചു വിശ്വസിച്ചിട്ട് അവൾക്കറിയാം പെസഹ കുഞ്ഞാട് ഇതാണ്, അറക്കപ്പെടാൻ പോകുന്ന പെസഹ കുഞ്ഞാട് ഇതാണെന്ന് അവൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് കിട്ടിയ എൻ്റെ സഹോദരന് ജീവനെ തിരിച്ചു തന്നതിന് നന്മ ചെയ്തേ പറ്റും. ഉള്ള സ്വച്ഛജടാമാംസം, അതായത് 1 വർഷത്തെ വേജസ് കൊണ്ട് അത്രയും വാങ്ങിക്കാനൊക്കത്തുള്ളൂ. അത് കൊടുത്ത് കുപ്പി പൊട്ടിച്ചിട്ട് യേശുവിൻ്റെ കാലിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ശിഷ്യന്മാർ പറഞ്ഞു, എന്തിനാണ് ഈ വെറും ചെലവെന്ന് പറഞ്ഞു. യേശു എന്താ പറഞ്ഞത്? എന്താണ് യേശു പറഞ്ഞത്? നമ്മളിത് മനസ്സിലാക്കണം. ഇതാണ് നമുക്ക് പഠിക്കാനും. 300 വെള്ളിക്കാശിന് വിറ്റ് ഇത് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ എന്തെന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെക്കുറിച്ച് വിചാരം ഉണ്ടായിട്ടല്ല. അവൻ കള്ളനാകൊണ്ട് പണസഞ്ചി അവൻ്റെ കയ്യിലാകിയാൽ അതിലിട്ടത് എടുത്തുകൊള്ളുന്നതെന്ന് ഇത് യൂദയാണ് അപ്പം പറഞ്ഞത്. യേശു അവളെ വിടുക, എൻ്റെ ശവസംസ്കാര ദിവസത്തിന് അവളിത് സൂക്ഷിച്ച് എന്നിരിക്കട്ടെ. ദരിദ്രന്മാർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടല്ലോ,
ഞാൻ എല്ലായ്പ്പോഴും അടുക്കയില്ല താനൊന്നും. വേറെ അടുത്ത് പറയുന്നതിന് സുവിശേഷമുള്ളിടത്തോളം കാലം ഇത് ഓർത്തിരിക്കുമെന്ന്. അപ്പം ഞാൻ പറയുന്നത്, ദൈവം ഈ സോങ് ഓഫ് സോങ്സിൽ ഞാൻ അവനുള്ളവൾ അവൻ എനിക്കുള്ളവൾ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലാണ് ഈ മറിയ ഇത് ചെയ്യുന്നത്. ദൈവം പറയുന്നത് അതിൻ്റെ അർത്ഥം പൂർണ്ണം മനസ്സിലാക്കി അവൾ ഇരുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ കേട്ട പകുതി കേൾക്കും, പകുതി കേൾക്കത്തില്ല. വീട്ടിലൊക്കെ പല കലഹങ്ങളും ഭർത്താവ് ഒന്ന് പറയും, അതിൻ്റെ പകുതി കേട്ട് ചെയ്തു, ബാക്കി പകുതി നമ്മൾ കേട്ടില്ല. അല്ലെങ്കിൽ ഭാര്യ ഒന്ന് പറയും, അടുപ്പത്തൊരു സാധനം വെച്ചിട്ടുണ്ടേ ഓഫ് ചെയ്യണേ, അദ്ദേഹം മറന്നുപോയി കാണും, പകുതി കേട്ടില്ല. അപ്പോൾ ഇത് കലഹങ്ങൾ പലതും പറയുന്നെങ്കിലും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് എങ്കിൽ ദൈവം പറഞ്ഞത് ഈ സ്ത്രീ വ്യക്തമായിട്ടും മനസ്സിലാക്കി. അവിടെയാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, നമുക്കുള്ളവരെ കൊണ്ടുവന്നുകൊണ്ട് വെച്ചിട്ട് പറയാം, കർത്താവേ, ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നിന്നെ ഏൽപ്പിക്കുകയാണ്. അവരെ അനുഗ്രഹിക്കേണ്ട ചുമതല നിൻ്റെ. എനിക്കുള്ളത് ഞാൻ നിൻ്റെ കാൽപാദത്തിൽ കൊണ്ടുവന്ന് വെക്കും. എനിക്ക് ഞാൻ പിള്ളേരും കൊണ്ടല്ലല്ലോ വന്നത്, എനിക്ക് തന്ന മക്കളെ ഞാൻ നിന്നെ തിരിച്ചേൽപ്പിക്കും. ഹന്ന അത് ബുദ്ധിയായിട്ട് ചെയ്തു. ആദ്യജാതനെ ദൈവത്തിന് കൊടുത്തു. അതിനാൽ വേദപുസ്തകത്തിൽ ഇത്രയും നല്ലൊരു പ്രവാചകനെക്കുറിച്ച് എഴുതിയിട്ടില്ല. നമ്മൾ സമൂഹലിനെ കുറിച്ച് വായിക്കുമ്പം സമൂഹൽ വെറും പാവം പിടിച്ച സമൂഹലൊന്നുമല്ല, നല്ല ധൈര്യശാലിയാണ്. സമൂഹൽ വരുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജാക്കന്മാർക്ക് ഭയമായിരുന്നറിയാമോ? ആ ദൈവത്തിൻ്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ അലബാസ്ത്ര ബോട്ടിൽ എന്താണെന്ന് വെച്ചാൽ അത് പൊട്ടിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക, അവൻ്റെ കാലിലൊഴിക്കുക, അവൻ്റെ തലയിലൊഴിക്കുക. ശുദ്ധമാകാൻ റെഡിയാണോ? നീ ശുദ്ധമാ, ദൈവം തന്നെ ശുദ്ധം, ഞാൻ ശുദ്ധമാകാൻ. അവനവൻ ശുദ്ധമായി. ഇത് ദൈവം ഓർത്തിരിക്കും, തലമുറകളെ ഓർക്കുന്ന ദിവസമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കാരുണ്യവാനും ഞങ്ങളെ സ്നേഹിക്കുന്നതിനായ പൊന്നു പിതാവേ, ഞങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അല്പം ഓയിലുണ്ട്, ഞങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? തുരുത്തിയിൽ അല്പം വീഞ്ഞുണ്ട്, അല്ല ഞങ്ങളുടെ കയ്യിൽ അല്പം പെർഫ്യൂമുണ്ട്. കർത്താവേ, ഈ സ്വച്ഛജടാമാംസി തൈലം 1 വർഷത്തെ അധ്വാനം കൊണ്ട് വാങ്ങിച്ചു വെച്ചത്, ഇതിനി ഇവിടെ വെച്ചിരുന്നിട്ട് എന്ത് കാര്യം കർത്താവേ? നിൻ്റെ ക്രൂശുമരണത്തിൻ്റെ സമയമായല്ലോ. അഭിഷന് വീട്ടിലേക്ക് എഴുന്നള്ളി വരുമ്പോഴും എൻ്റെ കാലിലേക്ക് അത് പൊട്ടിച്ചൊഴിച്ചിട്ട് അതേലെൻ്റെ മുടിയൊന്നൊപ്പി, ആ സൗരഭ്യത്തിൻ്റെ ഒരു മണം നിൻ്റെ ദേഹത്ത് വീണപ്പോൾ അതും കൂടെ ചെന്ന് എൻ്റെ ശരീരത്തിലാകുമ്പോൾ ഞാനും നീയും അതേ അങ്ങനെ സോങ് ഓഫ് സോങ്സിൽ പറയുന്നത് പോലെ ഞാൻ അവനുള്ളവൾ അവൻ എനിക്കുള്ളവൾ. അതെ, മരുഭൂമിയിൽ കൂടെ ദൈവമേ ആരോട് നെഞ്ചോട് ചേർന്ന് കടന്ന് ചാരിക്കൊണ്ട് വരുന്നോളിവർ ആര്? ദൈവത്തോടുള്ള സ്നേഹം കർത്താവെ എന്നെ വലിക്കുക, നിൻ്റെ അടുക്കിലേക്ക് വലിക്കാൻ. ഇത് ലോകസ്നേഹമല്ല പിച്ച, മനുഷ്യന് തൃപ്തിയാകുന്നതിന് വേണ്ടി അല്ല കർത്താവെ, നിൻ്റെ ദിവ്യ സ്നേഹത്തിന് വേണ്ടിയുള്ള വിശുദ്ധ സ്നേഹം. അവിശുദ്ധ സ്നേഹം ഇട്ട് കഴിയുമ്പോൾ സകലത്തിൻ്റെതും പൂർത്തീകരിക്കുന്നതിന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഞങ്ങളെ നിറയ്ക്കുമ്പോൾ ജീവിക്കുന്ന വിളക്കുകളായിട്ട് ഞങ്ങൾ നിൽക്കുന്നിടത്ത് ദൈവ ചൈതന്യം ഒഴുകുന്നത് പോലെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ദൈവാത്മാവ് വസിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ തലമുറകൾ വഴിയോരത്ത് കിടക്കുന്നവർ, മാല തെറ്റി ഇറങ്ങി ഓടി നടക്കുന്നവരെയൊക്കെ തോളത്ത് പിടിച്ചു കൊണ്ടുവരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ കഴുത്തേൽ കയറ്റിപ്പിടിച്ച്, സ്ത്രീകളെ അപ്പച്ചൻ്റെ വലതു ഭാഗത്ത്, തള്ളകളെ കൈകൊണ്ട് പിടിച്ചുകൊണ്ട് പുരുഷന്മാരെ കൂടെ കൊണ്ടുവരുന്ന ദൈവസ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ആരുടെയൊക്കെയോ നെഞ്ചിലെ ഭാരങ്ങൾ അപ്പച്ചൻ അഴിച്ചു മാറ്റുന്നതായിട്ട് കാണിക്കുന്നു. പല കുടുംബങ്ങൾക്ക് ഇതൊരു ഐശ്വര്യമായിട്ട് സമാധാനമായിട്ട്, അതേ അടിയൻ്റെ കുടുംബത്തിലും അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.